ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കോംബോകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ അഗ്ലോണിമയുടെ 2 പ്ലാന്റ് വെച്ചുള്ള കോംബോകളാണ് കേട്ടോ ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 2 റേറ്റിലുള്ള കോംബോകൾ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഫസ്റ്റത്തെ 4 കോംബോ വന്നിട്ട് 350 രൂപയുടെ കോംബോകളാണ് കേട്ടോ. മാക്സിമം നമ്മൾ റീസണബിൾ പ്രൈസിൽ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. കുട്ടി പ്ലാന്റുകളൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. 350 റേറ്റ് വരുന്നത്. 2 അഗ്ലോണിമ പ്ലാന്റ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 2 കോംബോ അവൈലബിൾ ആയിട്ടുള്ളത് 480 രൂപയുടെ കോംബോ ആണ് കേട്ടോ. അത് മറ്റേനേക്കാളും വലിപ്പമുള്ള പ്ലാന്റാണ്. പിന്നെ നല്ല വെറൈറ്റികളാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കോംബോയിലേക്ക് കിടക്കാം. പിന്നെ ആദ്യം തന്നെ പറയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഓഫറിലുള്ള സെയിൽ വീഡിയോസ് വരുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോംബോ വന്നിട്ട് കേട്ടോ, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒന്ന് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷേ ഇത് വന്നിട്ട് ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. വൈറ്റ് കയറി ഒരു ബേബി പിങ്ക് എന്ന് പറയില്ല, അതുപോലെ ഒരു ബേബി പീച്ച് കളറാണ് കേട്ടോ. ഇത് വന്നിട്ട് വൈറ്റ് അല്ല, ഫോണിൽ വൈറ്റ് പോലെ കാണുമെന്ന് തോന്നുന്നു, പക്ഷെ വൈറ്റ് അല്ല, ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കൂടുതലും ഇതിനകത്തുള്ളത്. ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ല അത്യാവശ്യം ലീഫുകളൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ്. അതിൻ്റെ കൂടെ കോംബോ വരുന്നത് റൈസ് നാരോയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, റൈസ് ലീഫിൻ്റെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത്. 350 ആണ് കോംബോയുടെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ റോട്ടൻ്റെ അല്ലേ, റോട്ടൻ്റെതിൻ്റെ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ, കുഞ്ഞു പ്ലാന്റ് ഒന്നുമല്ല. അതിനകത്ത് അടിയിൽ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഷൂട്ട് ബ്ലറായി പോകും എടുക്കുമ്പോൾ. അതെ, ഒരു ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ന്യൂ ലീഫൊക്കെ വിരിയണ പ്ലാന്റാണ്. അതിൻ്റെ കൂടെ കോംബോ വരുന്നത് ഒരു വാലൻറ്റൈൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ വരുന്നത്. പിന്നെ തേർഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഒരു സ്പാർക്ലിങ്ങിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇത് നൈറ്റ് സ്പാർക്ലിംഗ് ആണ്, ഓറഞ്ച് അല്ല കേട്ടോ, വേറൊരു സ്പാർക്ലിംഗ് ആണ്, നൈറ്റിൻ്റെ തന്നെ ഒരു സ്പാർക്ലിങ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ അഞ്ചുമാൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്, പക്ഷേ ഏതാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും വാലൻറ്റൈൻ അല്ല ഇത് വന്നിട്ട് കേട്ടോ. വാലൻറ്റൈൻ നമുക്ക് വേറെ വന്നിട്ടുണ്ട്, കയ്യിലിരിപ്പുണ്ട് വാലൻറ്റൈൻ അല്ല, ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, നിറച്ച് ലീഫുകളുണ്ട് കേട്ടോ. നല്ല റൗണ്ട് ലീഫുകളാണ്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോ വരുന്നത്. പിന്നെ നാലാമത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് നമുക്ക് ഒരു പ്ലാന്റ് വന്നിട്ട് റെഡ് ഏഞ്ചലിൻ്റെ ആണ്. ഇത് ഞാൻ കുറച്ച് നാളായി വെച്ചിട്ട്. ഇപ്പോൾ ഇതിൽ 2 ഷൂട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടോ, 2 ലീഫുള്ള ഒരു ഷൂട്ട് ഇവിടെ, 3 ലീഫായിട്ട് ഒരു ഷൂട്ട് ഇപ്പുറത്തെ സൈഡിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, കടക്കിൽ നിന്ന് 2 ഷൂട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് എന്താ പറയുക, റെഡ് ഏഞ്ചൽ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ 2 ഷൂട്ടുകൾ അപ്പുറന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൊത്തം 3 ഷൂട്ടായിട്ടാണ് കേട്ടോ ഈ പ്ലാന്റ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റും ഇത് വന്നിട്ട് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. നല്ല സ്ട്രോങ് പ്ലാന്റാണ്, അതായത് നല്ല ഭംഗിയുള്ള, നല്ല കട്ടിയ ലീഫിനൊക്കെ നല്ല കളർ വന്ന് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ കോംബോ വരുന്നത് 350 തന്നെയാണ് റേറ്റ്. അപ്പോൾ 4 കോംബോയാണ് നമുക്ക് 350യുടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൽ കാണുന്നതാണ് സൈസ്. ഇതല്ലാതെ നമുക്ക് ഇതുപോലെ ഒരു സെറ്റ് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. റൈസ് ലീഫിൻ്റെ ഇതിൻ്റെ ഒരു കോംബോ മാത്രം എക്സ്ട്രാ ഓരോടും തരാനുണ്ടാവും. ബാക്കിയൊക്കെ മാക്സിമം ഇതിൽ കാണാൻ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് നമുക്കുള്ളത് ഇത് ഫിജി റെഡ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഫിജി റെഡിൻ്റെ പ്ലാന്റാണ്. നല്ല റെഡ് കയറിയുള്ള പ്ലാന്റാണ് കേട്ടോ. അതേ കണ്ടില്ലേ, നല്ല റെഡ് കളറാണ്. എനിക്ക് വെച്ചിട്ട് ചില പ്ലാന്റുകൾക്ക് നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് തോന്നും. അങ്ങനെ പെട്ടെന്ന് ഒരു ഗ്രോത്ത് തോന്നിയിട്ടുള്ള പ്ലാന്റാണ് ഫിജി റെഡ്. പെട്ടെന്ന് ഗ്രോത്തും വരും, അടിയിൽ ഷൂട്ടും വരും. അതുപോലെ ഞാൻ നല്ല പറഞ്ഞില്ലേ, പീച്ച് നാരോ നല്ല ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ദിവസത്തിനനുസരിച്ച് ലീഫുകളും വരും, നല്ല ഹൈറ്റും വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് വിദൂരിയുടെ ഒരു പ്ലാന്റ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റാണ് വിദൂരിയുടെ വന്നിട്ട്. ഇതാണ് നമ്മുടെ 5ാമത്തെ കോംബോ വരുന്നത്. പക്ഷേ 480 കേട്ടോ ഈ കോംബോയുടെ റേറ്റ് വരുന്നത്. 2 മറ്റു കോംബോനേക്കാളും വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ ഇത് രണ്ടും വന്നിട്ട്. പിന്നെ റേറ്റുള്ള വെറൈറ്റിയും കൂടിയാണ്, നമുക്ക് കുറവിൻ്റെ വന്നിട്ടില്ല വേറെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമുക്കുള്ളത് ഈ കോംബോ. ഇതിൽ 10 ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല കളറുള്ള പ്ലാന്റാണ്, നല്ല കളർ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇത് തമ്മിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം മനസ്സിലാവുമല്ലോ. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. പിന്നെ അതിൻ്റെ കൂടെ വന്നുള്ളത് ഫിജി റെഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഭയങ്കര നല്ല ഭംഗിയുള്ള റെഡാണ് കേട്ടോ. ഇതിന് ഒരു ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിയിൽ നിന്ന്. ഇതൊരു ഷൂട്ടൊക്കെ വരുന്നതാണ് പുറത്തേക്ക്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ.
ഭയങ്കര ഡാർക്ക് ഒരു റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത്ര കോംബോകളാണ് നമ്മളിന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 350ൻ്റെ 4 സെറ്റും അതുപോലെ തന്നെ 480ൻ്റെ 2 സെറ്റും. 480ൻ്റെ കോംബോ നമുക്ക് ഇതിൽ കാണുന്ന 2 സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, വേറെ എടുക്കാനായിട്ടില്ല കേട്ടോ. ഇതിൽ മിക്ക കോംബോസും ഇതിൽ കാണുന്ന സെറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. ആകെ കൂടി ഇത് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ സെറ്റും തരാനുള്ളത് കേട്ടോ. ഇതിൻ്റെ CC വന്നിട്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ. കേരളത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് 60 രൂപയാണ് CC വരുന്നത്. പിന്നെ പ്ലാൻസ് ഒത്തിരി ഉണ്ടെങ്കിലാണ് 70 രൂപ വാങ്ങാറുള്ളത് കേട്ടോ. കാരണം അതിൻ്റെ വെയിറ്റിനും റൂട്ടിനൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങണത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കോംബോകൾ താല്പര്യം ഉണ്ടെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ കൊറിയർ വന്നിട്ട് നമുക്ക് മൺഡേ ആയിരിക്കില്ല കേട്ടോ, മാക്സിമം ബുധനാഴ്ചയാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൺഡേ നമുക്കിവിടെ ഉത്സവമാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം കലാത്തിയുടെയൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട്. അത് പിന്നെ എല്ലാം വിത്ത് പോട്ടായ കാരണം എനിക്ക് തലേദിവസം പാക്ക് ചെയ്താലും സുഖമായിട്ട് അയക്കാൻ പറ്റും. പക്ഷേ അഗ്ലോണിമയുടെ തലേദിവസം ഞാൻ അങ്ങനെ അധികം അങ്ങോട്ട് പാക്ക് ചെയ്യാറില്ല. പിന്നെ പുലർച്ചയ്ക്കാണ് ചെയ്യാറ്. ചിലപ്പോൾ എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ, അതുകൊണ്ടാണ് ബുധനാഴ്ചയിലേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നോക്കിയിട്ട് ഓർഡർ തരാം, ബുധനാഴ്ച ആയിരിക്കും. അതല്ല എനിക്ക് ടൈം കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഓർഡർ എടുത്തവരുടെ തന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിങ്കളാഴ്ച അയക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബുധനാഴ്ച തന്നെയായിരിക്കും കേട്ടോ ഞാൻ അയക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാകും.